കണ്ടവരാരപ്പ എന്ന പാരഡി ഗാനം പാടി രാഹുൽ ഗാന്ധി. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി പാരഡി ഗാനം പാടിയത്. Now I have a question for you. Swarnam Katatu Arappa. Swarnam Katatu Arappa. എനിക്ക് നിങ്ങളുടെ കേൾക്കാൻ സ്വർണം കട്ടത് ആരപ്പ. So it's very interesting because from this line you can understand the truth of the election in Kerala. I know they will be kind. I know they will be kind. എനിക്കറിയാം അവർ കാരുണ്യത്തോടു കൂടിയായിരിക്കും എന്റെ അമ്മയെ സംരക്ഷിക്കുന്നത്. And that is important in life. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. And your chief minister should have these values. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. The prime minister should have these values. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ കരുണയുടെ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. Because these are the values of our country. കാരണം ഇത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തന്നെയാണ്. This is the strength of our country. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. When a person from any religion can walk comfortably in Kerala, can feel secure in Kerala, this is something that we should be really proud of. ഈ നാട്ടിൽ കേരളത്തിൽ ഒരു മനുഷ്യന് ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ, ഏതു മതത്തിൽപ്പെട്ടവനും ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. That is what all our religions say. That is what the great leaders of Kerala has always said. അതുമാണ് നമ്മുടെ എല്ലാ മതങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Narayana Guru did not say kill people, hurt people, be arrogant. He said be humble, be compassionate, be loving. നാരായണ ഗുരു ഒരിക്കലും മനുഷ്യനെ അപമാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരോട് അഹങ്കാരത്തോടു കൂടി പെരുമാറണം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. And that is the type of government that the UDF wants to give Kerala. അങ്ങനെ ഒരു ഗവൺമെന്റിനെയാണ്, ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ UDF ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. A government that protects the people, listens to the people. ജനങ്ങളെ സംരക്ഷിക്കുന്ന, അവരെ കേൾക്കുന്ന ഒരു ഗവൺമെന്റിനെ UDF ഗവൺമെന്റ് ആക്കണം. Everybody makes mistakes. എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് എല്ലാവരെയും കേൾക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. A government that is ready to accept its mistakes. ഒരു സർക്കാർ അവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. Most important, a government that respects and listens to every single person in Kerala. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഓരോ മനുഷ്യനെയും ബഹുമാനിക്കുകയും കേൾക്കാനും കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവണം. We are going to go through a very difficult time. നമ്മൾ ഒരു വലിയ വിഷമഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത്. We need leaders who listen. നമുക്ക് ഏറ്റവും ഇത്തരത്തിലുള്ള വിഷമഘട്ടത്തിലാണ് നമുക്ക് ഈ സർക്കാരിനെ ആവശ്യം. Who are sensitive, who are compassionate, who believe in other human beings, not only in themselves. അവർക്ക് കരുണയോടുകൂടി കാണുന്ന, ഇതിനെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, അതിന് പരിഹാരമുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യം. And that is really what this election is about. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സംബന്ധിച്ച ചോദ്യം തന്നെയാണ്. You have come here today to listen to me in this heat. നിങ്ങൾ ഇന്ന് ഇത്രയും വലിയൊരു ചൂടിൽ ഇവിടെ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Thank you very much for coming. നിങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. And all my love to everybody. നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹം ഞാൻ പറയുന്നു. നന്ദി. ബഹുമാനപ്പെട്ട രാഹുൽജി അടക്കം ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഗാന്ധി വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP ഡീൽ ആരോപണവും രാഹുൽ ഗാന്ധി വേദിയിൽ തന്നെ കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സമയം സർക്കാരിന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മളെ കേൾക്കുന്ന, തെറ്റുകൾ അംഗീകരിക്കുന്ന ഒരു സർക്കാരിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അത്രയും നിർണായകമാണ് എന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്.